എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബോംബുകളും മിസൈലുകളുടെ സംസാരമുള്ള കാലഘട്ടമാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട നാടൻ ഷുഗർ ബോംബിനെ കുറിച്ചാണ്. എന്താണെന്നല്ലേ? യെസ്. അപ്പോൾ മെയിനായിട്ട് ഫ്രൂട്ട്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തേത് കേരളയുടെ പ്രിയപ്പെട്ട നാടൻ ഷുഗർ ബോംബാണ് നമ്മളുടെ വാഴപ്പഴം അല്ലെങ്കിൽ ബനാന. അതിനകത്ത് ഷുഗർ കണ്ടന്റ് വളരെയധികം കൂടുതൽ തന്നെയാണ്. മാത്രമല്ല പൊട്ടാസ്യം കൂടുതലാണ്. പ്രമേഹമുള്ളവർ എടുക്കുമ്പോഴത്തേക്കും രക്തത്തിലെ ഗ്ലൂക്കോസിൽ കാര്യമായ വർധനവിനും അത് വഴിതെളിക്കും. മാത്രമല്ല പൊട്ടാസ്യം വൃക്കരോഗമുള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഏത് ഈ പച്ചയാണെങ്കിലും മഞ്ഞയാണെങ്കിലും ചുവപ്പാണെങ്കിലും എല്ലാത്തിനകത്തും ഷുഗർ കണ്ടന്റ് കൂടുതൽ തന്നെയാണ് ബനാനയ്ക്കകത്ത്. പഴുപ്പ് കുറവുള്ള ബനാനയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഷുഗർ കണ്ടന്റ് കുറയ്ക്കാൻ പറ്റും. ഉപയോഗിക്കുന്നവർ വളരെ തുച്ഛമായ നിലയ്ക്ക് മാത്രം ഉപയോഗിക്കുക. ഒരു 4/1 ഭാഗം മാത്രം ഒരു കഷ്ണമായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഷുഗർ അതിനകത്തു നിന്നുള്ള കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് കളഞ്ഞാൽ കുറച്ച് ഗ്ലൂക്കോസ് കണ്ടന്റ് നമുക്ക് അതിനകത്ത് നിന്ന് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ വേണം പഴം ഉപയോഗിക്കാനായിട്ട്, 4/1 ഭാഗം. രണ്ടാമത്തത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്ക. അല്ലെ, ഈ ഒരു സീസൺ ചക്ക മാങ്ങയുടെ സീസണാണ്. ചക്കപ്പഴം തീർച്ചയായിട്ടും പ്രമേഹം വർദ്ധിക്കുക തന്നെ ചെയ്യും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹമുള്ളവരിൽ HbA1c ടെസ്റ്റ് ഒരു 0.5 തൊട്ട് 1% വരെയും, കൂടുതൽ ചക്ക കഴിക്കുന്നവരിൽ കൂടുതൽ HbA1c കൂടുന്നതായിട്ടും കാണുന്നത് പതിവ് തന്നെയാണ്. മൂന്നാമത്തെ നാടൻ ഷുഗർ ബോംബ് എന്ന് പറയുന്നത് മാങ്ങ. അല്ലേ? യെസ്, എല്ലാവർക്കും മാങ്ങ ഇഷ്ടം തന്നെയാണ്. ഇപ്പോൾ പ്രമേഹമുള്ളവർ മാങ്ങ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിനകത്ത് ഷുഗർ കണ്ടന്റ് ഉണ്ട്, കൂടുതലാണ്, അത് വർധനവിലോട്ട് നയിക്കാം. അപ്പോൾ ആദ്യം പ്രമേഹം നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാങ്ങ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു സ്ലൈസ് മാത്രമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അത് ക്വാണ്ടിറ്റി അതുപോലെ പോർഷൻ സൈസ് കുറയ്ക്കുകയാണെങ്കിൽ ഇടവേളകളിലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത്രത്തോളം രക്തത്തിലെ ഗ്ലൂക്കോസ് വർദ്ധിക്കാതെ. പക്ഷേ ഒരു ദിവസം തന്നെ 4-5 മാമ്പഴം അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ പ്രമേഹമുള്ളവർ ഈ നാടൻ ഷുഗർ ബോംബിനെ കുറിച്ച് അറിയുക, അതനുസരിച്ചിട്ട് മാത്രം അത് ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.